ഒരു സണ്ണി ലിയോന്റെ പിക്ചറിൽ അഭിനയിച്ചു എന്നൊക്കെ. പിക്ചർ അല്ല, വെബ് സീരീസ്. എന്നിട്ട് അവര് ചേട്ടനോട് മറ്റേ ജാതകം നോക്കിച്ചു എന്നൊക്കെ കേട്ടു. പാൻ ഇന്ത്യൻ സുന്ദരി എന്ന് പറഞ്ഞിട്ട് സീരീസ്, അതിൽ ഞാനും അഭിനയിച്ചു. ഞാൻ ഒരു പഞ്ചായത്ത് മെമ്പറായിട്ട് അഭിനയിച്ചു. നമ്മുടെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് ഇവരോട് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷെ അവർക്ക് എന്തോ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നത് അങ്ങോട്ട് മനസ്സിലാവില്ല. അപ്പൊ ഞാൻ ഉടനെ എന്റെ തോ അറിയാലോ, ഞാൻ ഉടനെ ഇറങ്ങിയിട്ട് എനിക്കറിയാവുന്ന ഇംഗ്ലീഷിലും ഹിന്ദിയിലും ഞാനിത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തു. ഒന്ന് സ്വാഭാവികമായിട്ട് ഞാൻ എല്ലാവരോടും ഇങ്ങനെ സംസാരിച്ച് കൺവിൻസ് ചെയ്യുന്നതുകൊണ്ട് എനിക്ക് അവരെ കൺവിൻസ് ചെയ്യാൻ എളുപ്പമായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞേ ഇനിയും പുള്ളി പറഞ്ഞു തന്നാൽ മതി എന്ന് പറഞ്ഞു. നിങ്ങൾ പറയണ്ട, ഇദ്ദേഹം പറഞ്ഞുതരാം, അപ്പോൾ എനിക്കത് മനസ്സിലാവുന്നുണ്ട്, അതുപോലെ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളിക്കാരത്തിയെ കൊണ്ടുവന്ന ഒരാൾ എന്നിട്ട് പറഞ്ഞു ആക്ച്വലി ഈസ് നോട്ട് ആൻ ആക്ടർ, ഈസ് ആൻ ആസ്ട്രോളജർ ബൈ പ്രൊഫഷൻ എന്ന് പറഞ്ഞു. അപ്പോൾ അവർക്ക് ഭയങ്കര ഇതായി. അവർ പിന്നെ എന്നോട് ആസ്ട്രോളജിയെ പറ്റിയൊക്കെ ചോദിച്ചിട്ട് നമ്പർ മേടിച്ച് പിന്നെ എനിക്ക് ജാടയല്ലേ. പക്ഷെ പിന്നെ ഡേറ്റ് ഓഫ് ബർത്ത് ഒക്കെ അയച്ചു. പുള്ളിക്കാരത്തിന്റെ മാനേജറുമായിട്ട് ഞാൻ പിന്നെ സംസാരിച്ചു. നമ്മുടെ ഈ നാട്ടിലെ നമ്മളുടെ യുവതലമുറയുടെ ഒക്കെ ഒരു ഹരമാണ്. അപ്പൊ അവരുടെ നമ്പർ ചേട്ടന്റെ കയ്യിലുണ്ട്, അവരെ ചേട്ടൻ കണ്ടു, പ്രൊഫഷൻ അവർ ചെയ്തു. ചേട്ടനൊരു ഭാഗ്യം. പക്ഷെ ആ ഒരു അഹംഭാവം ചേട്ടനില്ല. ഞാൻ പക്ഷെ അവിടെ വെച്ച് വീഡിയോ കോൾ ചെയ്ത് എല്ലാവരോടും സംസാരിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ പാവമാണ് കേട്ടോ. ഈ സംഭവം അവര് അത് കഴിഞ്ഞുള്ള ഇന്റർവ്യൂവിൽ പറഞ്ഞു. അവിടെ വെച്ചൊരു ഇന്റർവ്യൂ, പക്ഷെ അതൊന്നും ഇതുവരെ പുറത്ത് വന്നില്ല. അല്ലാതെ വരും. ആ ഇന്റർവ്യൂവിൽ അവർ പറഞ്ഞു ഇദ്ദേഹമാണ് എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നത് എന്നൊക്കെ. ചേട്ടന്റെ ഏതൊക്കെയോ ഈ എന്താ പറയാ വൈറൽ ആയിട്ടുള്ള സംഭവമൊക്കെ ഇല്ലേ, ഓരോരുത്തർ വിളിച്ച് ചോദിക്കത്തില്ലേ എനിക്കിങ്ങനെ ഞാൻ പ്രേമിക്കുന്നുണ്ട്, എന്റെ പ്രേമം ശരിയാവോ? അല്ല, പ്രേമിച്ചിട്ട് പൊരുത്തം നോക്കരുത് എന്നുള്ളതാണ് എൻ്റെ ഒരു കോൺസെപ്റ്റ്. ഈ പൊരുത്തത്തെ ഭയങ്കരമായിട്ട് വിശ്വസിക്കുന്ന ഒരുത്തൻ പ്രേമിക്കാൻ പോകരുത്. ഒരുത്തരായാലും ഒരുത്തിയായാലും നിങ്ങൾ പൊരുത്തം വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ ഒരു പെൺകുട്ടിയോട് ഇഷ്ടം തോന്നിയാൽ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് സമയമൊക്കെ തരൂ, ഞാൻ ജാതകമൊക്കെ എടുത്ത് വെച്ച് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പ്രേമിച്ചിട്ട് കല്യാണം കഴിക്കാൻ പോകുമ്പോൾ പിന്നെ എങ്ങനെയാണ് പൊരുത്തം വരുന്നത്? അപ്പൊ നമ്മുടെ ജീവിതമാണ് കൊടുക്കരുത്, അല്ലാതെ പ്രേമിക്കാമല്ലോ. പക്ഷെ അത് നമ്മുടെ കാലത്താണ് അങ്ങനെയൊക്കെ. ഇപ്പൊ ആൾക്കാരൊക്കെ മാറിയെന്നെ. അല്ല, ഒരു പയ്യൻ എന്നോട് പറഞ്ഞാണ് ഞാൻ ആ പെൺകുട്ടിയുമായി ഒരുമിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഒരു ദിവസം. ഇപ്പൊ അവൾ എന്നെ വേണ്ടാന്ന് പറഞ്ഞ് എനിക്കിത് താങ്ങാൻ പറ്റത്തില്ല. ഞാൻ ദൈവമേ, സാധാരണ ആൺകുട്ടികൾ ആരും ഇങ്ങനെ പറയില്ലല്ല. അങ്ങനെ ചിന്തിക്കുന്ന ആൺകുട്ടികളും ഇന്നത്തെ കാലത്തുണ്ട്. അപ്പം ഈ പൊരുത്തം നോക്കാനൊക്കെ കൊച്ചു പിള്ളേരെടുത്തോണ്ട് വരും. ഞാൻ അന്നേരം പറയും പോയിട്ട് വാ, ജോലി മേടിച്ചിട്ട് വാ, അപ്പൊ പൊരുത്തം നോക്കാന്ന് പറയും. അതെ, നമ്മൾ സ്വന്തമായിട്ട് ഒരു കാലിൽ നിന്ന്, ഞാൻ എൻ്റെ മോളോട് എപ്പോഴും പറയാറുണ്ട്, നമുക്ക് എന്ത് ആഗ്രഹങ്ങളും നമ്മൾ ആദ്യം സ്വന്തമായിട്ടൊരു കാലിൽ നിന്നിട്ട് നമുക്കൊരു ജോലിയൊക്കെ ആയിട്ട് ശേഷം പിന്നെ എല്ലാം നമ്മുടെ പാഷനും ആഗ്രഹങ്ങളും ഒക്കെ അല്ലേ. ഒരു പയ്യൻ ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, ചേട്ടാ ഈ ഒരു പെൺകുട്ടിയോട് അവന് വലിയ ഇഷ്ടം തോന്നുന്നുണ്ട്, അപ്പം എനിക്ക് അവളെ ഒന്ന് പ്രേമിക്കണം, ആരോ പറഞ്ഞു വശീകരണ മന്ത്രം ഉപയോഗിച്ചാൽ എന്തോ ഒരു പൂജ ചെയ്ത ഇത് ചെയ്യാം. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു എടാ മോനെ അങ്ങനെ വശീകരണ മന്ത്രം ഉണ്ടായിരുന്നു, ഞാൻ ഐശ്വര്യ റായി കിട്ടിയത്. ഇത് പോസ്റ്റ് വന്നപ്പോഴേ ഫേസ്ബുക്കിൽ ആരോ എഴുതുന്ന താഴെ വരുന്ന കമന്റില് സവിതയെ കോട്ട് ചെയ്തോണ്ടും ടാഗ് ചെയ്തിട്ട് പാവങ്ങളുടെ ഐശ്വര്യ റായി. അല്ല, ശരിക്കും അങ്ങനെ വശീകരണ മന്ത്രം ഞാൻ ആരായിരുന്നു? അപ്പൊ അതൊക്കെ വെറുതെ വശീകരണ മന്ത്രം ഉണ്ടെന്നേ. പക്ഷെ ഇതൊക്കെ നമ്മൾ അങ്ങ് ചൊല്ലിയാൽ ഉടനെ ഒരാൾ വശീകരിച്ച് വരും എന്ന് ചിന്തിക്കുക. അങ്ങനെ വരുമോ? നിങ്ങൾക്ക് ഒരാളോട് ഇഷ്ടം തോന്നാതെ വെറുതെ കുത്തിയിരുന്ന് മന്ത്രം ചൊല്ലിയെന്ന് പറഞ്ഞിട്ട് വരുമോ? പോയി അത്യാവശ്യം പറയണ്ടേ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, വശീകരണ മന്ത്രം ചൊല്ലി വിട്ടിരുന്നാൽ അവിടെ വേറെ ആളെ കെട്ടിക്കൊണ്ടു പോകത്തില്ലേ?